ഹായ് വേടാ, നിങ്ങളോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ജനറേഷൻ്റെ ഒരു ഹരമാണ്, ഒരു വൈബാണ്. നിങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ വളരെയധികം വൈറലാകുന്നുണ്ട്. എങ്കിലും എനിക്ക് നിങ്ങളെ അത്ര പരിചയമില്ല. എൻ്റെ ഹസ്ബൻഡ് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങളൊരു കേസിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് ഞാൻ സത്യത്തിൽ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വേടനോട് രണ്ട് വാക്ക്. താങ്കളുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ താങ്കളെ വീഴ്ത്തിയത് താങ്കളുടെ ലഹരി ഉപയോഗം. അത് താങ്കൾക്ക് തന്നെ അറിയാം. താങ്കൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, എൻ്റെ എല്ലാ ദുശീലങ്ങളും നിർത്തി ഞാൻ തിരിച്ചു വരും എന്ന ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് താങ്കളോട് ഈ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് തോന്നിയത്. താങ്കളത് പറഞ്ഞത് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, താങ്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾക്ക് വരാൻ പോകുന്ന ഒരു കുടുംബജീവിതത്തെ ഓർത്താണെങ്കിൽ, താങ്കളുടെ മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്താണ് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ ആണ് ഞാൻ ഈ വാക്കുകൾ താങ്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ കേസിൽ നിന്ന് ഊരാനും ജനങ്ങൾ ഇപ്പോൾ തരുന്ന സപ്പോർട്ട് വീണ്ടും തരാനും അവരെ കബളിപ്പിക്കാനുമാണ് താങ്കൾ ആ വാക്കുകൾ പറഞ്ഞതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെ താങ്കൾ കൈക്കൊള്ളരുത്. ആദ്യത്തെ കാറ്റഗറിയിലാണ് താങ്കൾ ആത്മാർത്ഥമായി പറഞ്ഞതെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ ഉറപ്പായും നിങ്ങൾ കൈക്കൊള്ളണം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ യുവജനങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റി എന്നതിൻ്റെ ഒരു ഉദാഹരണം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്റ്റേജ്, ഇനി നിങ്ങൾ ലഹരിയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിനോട് പറയാൻ നിങ്ങളുടെ പാട്ടുകളിലൂടെ നിങ്ങൾക്ക് ഈ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ നന്നാക്കാനുള്ള ഒരു ബെസ്റ്റ് ചാൻസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ, ലഹരിയാണ് ജീവിതം, മയക്കുമരുന്നാണ് ലഹരി എന്ന് പറഞ്ഞ് നടക്കുന്ന കുടുംബത്തിനും ബന്ധുക്കൾക്കും മാതാപിതാക്കളും സഹോദരങ്ങൾക്കും യാതൊരു മനസമാധാനവും കൊടുക്കാതെ നടക്കുന്ന ചെറുപ്പക്കാർക്ക്, വഴിതെറ്റുന്ന ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ പാട്ടിലൂടെ നിങ്ങളൊരു മാതൃക കാണിച്ചു കൊടുത്താൽ ഈ വഴിതെറ്റുന്ന യുവജനങ്ങളെ നേരെയാക്കാൻ, മുഴുവൻ പേരും അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളത് പറയുമ്പോൾ കുറേ പേര് നിങ്ങളുടെ ഫാൻസ് നിന്ന് വിട്ടുപോയേക്കാം. പക്ഷേ ഒരു 10 പേരെങ്കിലും അല്ലെങ്കിൽ ഒരു 2 പേരെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങളുടെ ആ വാക്കുകളിലൂടെ അവരുടെ ലഹരി ഉപയോഗം നിർത്തി താങ്കളെപ്പോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ സമൂഹത്തിന് ചെയ്യാനുള്ള ഒരു ഉപകാരം. താങ്കൾ ഇതുവരെ നേടിയ വൈബിനേക്കാളും എത്രയോ മടങ്ങ് വൈബാണ് താങ്കൾ യുവജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. മാതാപിതാക്കളുടെ വീടുകളിൽ സമാധാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാരുടെ കണ്ണീരിന് ഒരു അറുതിയാവും. അപ്പോൾ താങ്കൾക്ക് അതിന് കഴിയും. കാരണം താങ്കളുടെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ഒരു ചെരുപ്പുകളുടെ ഒരു കൂട്ടം തന്നെ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ താങ്കളോട് എത്രയധികം ആരാധന ഇപ്പോഴത്തെ യുവജനങ്ങൾക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു 17 മുതൽ ഒരു 30 വയസ്സിനിടയ്ക്കുള്ള യുവജനങ്ങൾക്ക് വഴിതെറ്റാതെ അവരുടെ ഒരു യഥാർത്ഥ ജീവിതമാണ് ലഹരി, കുടുംബമാണ് ലഹരി, സ്നേഹമാണ്, സമാധാനമാണ് ലഹരി, അക്രമമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ചില നല്ല പാഠങ്ങളാണ് ജീവിതത്തിന്റെ ലഹരി എന്ന് മനസ്സിലാക്കാൻ താങ്കളെപ്പോലെ അവരെയും താങ്കൾക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതിനുവേണ്ടി താങ്കളുടെ തിരിച്ചുവരവിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി മാത്രം. അപ്പോൾ താങ്കൾ എത്രയും വേഗം തിരിച്ചു വരട്ടെ, ഈ വഴിയിലേക്ക് യുവജനങ്ങളെ വഴി നടത്തട്ടെ. പ്രിയപ്പെട്ട വേട, താങ്കളോട് ഒരിക്കൽ കൂടി ഞാൻ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് യുവജനങ്ങളെ നിങ്ങൾക്ക് കയറ്റാൻ പറ്റും, കൈപിടിച്ചുയർത്താൻ പറ്റും. താങ്കളുടെ പാട്ടുകളിലൂടെ, താങ്കളുടെ പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് യുവജനങ്ങൾക്ക് താങ്കൾ ഒരു പുതിയ വെളിച്ചമാകട്ടെ, ഒരു പുതിയ ജീവിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്കൾ അത് ചെയ്യുമെന്ന ഉറപ്പിൽ, വിശ്വാസത്തിൽ ഞാൻ നിർത്തട്ടെ.